ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC യൂട്യൂബ് ചാനൽ. നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ 3ാമത്തെ ക്ലാസ്സാണിത്. 1ാമത്തെയും 2ാമത്തെയും ക്ലാസ്സുകൾ എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 ഫെബ്രുവരി 15 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യൻ വംശജയും നാസയുടെ ശാസ്ത്രജ്ഞയുമായ സുനിത വില്യംസ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. 62 മണിക്കൂർ 6 മിനിറ്റാണ് അവർ നടന്നത്. ഇന്ത്യൻ വംശജയും നാസയുടെ ശാസ്ത്രജ്ഞയുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൽസണിൻ്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് തിരുത്തിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് നാസയുടെ മുൻ ശാസ്ത്രജ്ഞയായ പെഗ്ഗി വിൽസണിൻ്റെ പേരിലായിരുന്നു. ഇപ്പോൾ സുനിത വില്യംസ് ആ റെക്കോർഡ് തിരുത്തി. സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയത് 2024 ജൂൺ 5-നായിരുന്നു. 2024 ജൂൺ 5-നായിരുന്നു. വാഹനത്തിൻ്റെ തകരാറ് മൂലം അവർ പ്രതീക്ഷിച്ച സമയത്ത് തിരിച്ചെത്താൻ പറ്റിയില്ല. അവർ തിരിച്ചെത്തിയത് 2025 മാർച്ച് 18-നാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം സുനിത വില്യംസിന് ബഹിരാകാശത്ത് ചിലവഴിക്കേണ്ടി വന്നു. സുനിത വില്യംസിൻ്റെ സഹയാത്രികനായിരുന്നത് ബുച്ച് വിൽമോർ ആണ്. സുനിത വില്യംസിൻ്റെ സഹയാത്രികനായിരുന്നത് ബുച്ച് വിൽമോർ ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നും കൂടെ പറയാം, നന്നായിട്ട് നോക്കി വെച്ചേക്കുക. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യൻ വംശജയും നാസയുടെ ശാസ്ത്രജ്ഞയുമായ സുനിത വില്യംസ് ആണ്. 62 മണിക്കൂർ 6 മിനിറ്റാണ് നടന്നത്. അടുത്ത പോയിന്റ്, ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും, അതായത് ടെസ്റ്റ്, ഏകദിനം, T20, ക്രിക്കറ്റിൻ്റെ ഈ 3 ഫോർമാറ്റിലെയും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഹർഷിത് റാണയാണ്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഹർഷിത് റാണയാണ്. അടുത്ത പോയിന്റ്, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ISROയുടെ 100ാമത്തെ വിക്ഷേപണം. ISROയുടെ 100ാമത്തെ വിക്ഷേപണം നടന്നത് 2025 ജനുവരി 29-നാണ്. 2025 ജനുവരി 29-നാണ് ISROയുടെ 100ാമത്തെ വിക്ഷേപണം നടന്നത്. വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് NVS-02. ഉപഗ്രഹത്തിൻ്റെ പേരാണ് NVS-02. റോക്കറ്റിൻ്റെ പേരാണ് GSLV-F15. GSLV-F15. ISROയുടെ വിക്ഷേപണങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് 100ാമത്തെ ഒക്കെ. അപ്പം 100ാമത്തെ വിക്ഷേപണം എന്ന് നടന്നു, ഉപഗ്രഹത്തിൻ്റെ പേര്, ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേര്, ഇവയെല്ലാം പ്രത്യേകം പഠിക്കുക. ഒന്നും കൂടെ പറയാം. ISROയുടെ 100ാം വിക്ഷേപണം 2025 ജനുവരി 29-നാണ് നടന്നത്. ഉപഗ്രഹത്തിൻ്റെ പേര് NVS-02. ഉപയോഗിച്ച റോക്കറ്റ് GSLV-F15. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പ്രശസ്ത പോപ്പ് താരം ബിയോൺസെ ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ പോപ്പ് താരം ബിയോൺസെ ആണ്. 35 ഗ്രാമി അവാർഡുകളാണ് അവർക്ക് ലഭിച്ചത്. അടുത്തത്, ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി ലഭിച്ചത് മലയാളി പ്രവാസിയായ വ്യവസായി രവി പിള്ളയ്ക്കാണ്. ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി ലഭിച്ചത് മലയാളി പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്കാണ്. അടുത്തത്
അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് പേര്. ത്രിഭുവൻ സഹകാരി സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത്. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് പേര്. അടുത്തത്, ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ജോർജിയ. ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർജിയ. അടുത്തത്, ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ജമ്മു കാശ്മീർ. ഇമ്പോർട്ടൻ്റ് ആണ്. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ജമ്മു കാശ്മീർ. അടുത്തത്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. അടുത്തത്, തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്. ഇത് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ്, ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയാണ് വയനാട് നിന്നുള്ള ജോഷിത. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയ്ക്കാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ. മികച്ച വനിതാ താരം ന്യൂസിലൻഡിൻ്റെ അമേലിയ കെർ. അടുത്ത പോയിന്റ്, ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് സച്ചിൻ തെണ്ടുൽക്കർക്കാണ്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് സച്ചിൻ തെണ്ടുൽക്കർക്കാണ്. അടുത്ത പോയിന്റ്, 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടത് അഭിഷേക് ശർമ്മയാണ്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടത് അഭിഷേക് ശർമ്മയാണ്. ഒരു ഇന്നിങ്സിൽ കൂടുതൽ 6 എന്ന റെക്കോർഡും അഭിഷേക് ശർമ്മ സ്വന്തമാക്കി. ഒരു ഇന്നിങ്സിൽ കൂടുതൽ 6 എന്ന റെക്കോർഡും 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും അഭിഷേക് ശർമ്മയ്ക്കാണ് ലഭിച്ചത്. അടുത്തത്, കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ചത് പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകനായ ചെറുവയൽ രാമനാണ്. കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ചത് ചെറുവയൽ രാമന്. അടുത്തത്, റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ ആപ്പാണ് സ്വാറെയിൽ. റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ ആപ്പാണ് സ്വാറെയിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. അടുത്തത്, 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ISRO മുൻ ചെയർമാനായിരുന്ന ഡോക്ടർ S സോമനാഥനാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്
ISROയുടെ മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ V. നാരായണനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുണ്ട്, അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ V. നാരായണൻ. അടുത്തത് അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വിജയി ഇന്ത്യ. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വിജയി ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 2025 ഫെബ്രുവരി 15 PSC ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. കൂടാതെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.